ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ലേണേഴ്സ് എക്സാം ഓൺലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ. ഗൂഗിളിൽ പോയതിന് ശേഷം RTO ലേണിംഗ് ലൈസൻസ് എക്സാം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഫോർ കേരള എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഒരു പേജ് വരും. അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. മലയാളം എന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പരീക്ഷ തുടങ്ങുക എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങൾ വരും. അതൊന്ന് വായിച്ചു നോക്കുക. പരീക്ഷ തുടങ്ങുക എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. മാൻഡറ്ററി ട്രാഫിക് സൈൻസ് അല്ലെങ്കിൽ നിർബന്ധമായും അനുസരിക്കേണ്ട ചിഹ്നങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻസ് നോക്കാം. ചതുരത്തിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ, ത്രികോണത്തിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ, വട്ടത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ. വട്ടത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുക. ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. നിർത്തുക, പാർക്കിംഗ് പാടില്ല, ആശുപത്രി അടുത്ത്. ആൻസർ ക്ലിക്ക് ചെയ്യുന്നത് നിർത്തുക എന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. യു ടേൺ പാടില്ല, വലത്തോട്ട് തിരിയാൻ പാടില്ല, ഇടതുവശത്തു കൂടി ഉള്ള ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു. ആൻസർ കൊടുക്കുന്നത് വലത്തോട്ട് തിരിയാൻ പാടില്ല. അടുത്ത ചോദ്യം. ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. വിശ്രമ കേന്ദ്രം, ഭക്ഷണശാല, ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ്. ഭക്ഷണശാല ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം. ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. നോ എൻട്രി, വൺ വേ, സ്പീഡ് ലിമിറ്റ് അവസാനിച്ചു. വൺ വേ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം. മലമ്പാതകളിൽ ഇറക്കം ഇറങ്ങി വരുന്ന വാഹനം കയറ്റം കയറി വരുന്ന വാഹനങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം. ഓപ്ഷൻസ് നോക്കാം. കയറി വരുന്ന വാഹനത്തിന് മുൻഗണന, ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കുക, വേഗത കുറയ്ക്കുക. കയറി വരുന്ന വാഹനത്തിന് മുൻഗണന എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം. റോഡ് സൈഡിൽ ഉള്ള ഫുട്പാത്തിൽ കൂടി വണ്ടി ഓടിച്ചു പോകാം. ഓപ്ഷൻസ് നോക്കാം. മഴ പെയ്തു റോഡ് നനഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ, റോഡിൽ വാഹനം ബ്ലോക്ക് ആയാൽ, ട്രാഫിക് നിയന്ത്രിക്കുന്നവർ നിർദ്ദേശിച്ചാൽ. നമ്മുടെ ആൻസേഴ്സ് കറക്റ്റാണോ അല്ലയോ എന്ന് മേലെ കാണിക്കുന്നുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ട്രാഫിക് നിയന്ത്രിക്കുന്നവർ നിർദ്ദേശിച്ചാൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം. ഒരു ചരക്ക് വാഹനത്തിൻ്റെ പുറകുവശത്ത് നിന്നും തള്ളി നിൽക്കാവുന്ന ലോഡിൻ്റെ പരമാവധി നീളം. ഓപ്ഷൻസ് നോക്കാം. 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് 1 മീറ്റർ എന്നാണ്. അടുത്ത ചോദ്യം. ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. കുത്തനെ ഉള്ള കയറ്റം, കുത്തനെ ഉള്ള ഇറക്കം, വഴുക്കലുള്ള റോഡ്. കുത്തനെ ഉള്ള ഇറക്കം ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം. ഹോൺ മുഴക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഇതെല്ലാം. തിരക്കുള്ള ജംഗ്ഷൻ, കോടതി, ആശുപത്രി എന്നിവയ്ക്ക് സമീപം നിരോധിച്ചിട്ടുള്ള മറ്റിടങ്ങൾ, ബസ് സ്റ്റാൻഡ്. കോടതി, ആശുപത്രി എന്നിവയ്ക്ക് സമീപം നിരോധിച്ചിട്ടുള്ള മറ്റിടങ്ങളിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം. ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. വലത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം, ഇടത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം, സൈഡ് റോഡ്. ഇടത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം. ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. പുറകിൽ വരുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക, ഒരു വശത്ത് നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക, വലത്തോട്ട് തിരിയാൻ. വലത്തോട്ട് തിരിയാൻ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം. ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. ഓപ്ഷൻസ് നോക്കാം. ജംഗ്ഷൻ, വൺ വേ, ഹൈവേ. ജംഗ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം. മോട്ടോർ സൈക്കിളിൻ്റെ അനുവദനീയമായ പരമാവധി വേഗം. ഓപ്ഷൻസ് നോക്കാം. 40, 60, 50.
ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് 40 എന്നാണ് അടുത്ത ചോദ്യം. അത് നമ്മളുടെ തെറ്റാണ്, മുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം ഓപ്ഷൻസ് നോക്കാം. ടി ജംഗ്ഷൻ, ശാഖാ റോഡുകൾ വലതുവശം ഇടതുവശം, വൈ ജംഗ്ഷൻ. ശാഖാ റോഡുകൾ വലതുവശം ഇടതുവശം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. വലത്തോട്ട് തിരിയാൻ പാടില്ല, വലത്തോട്ട് ഹെയർ പിൻ വളവ്, യു ടേൺ പാടില്ല. യു ടേൺ പാടില്ല എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. ക്രോസ് റോഡ്, നോ എൻട്രി, ആശുപത്രി. ക്രോസ് റോഡിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം മാനസികമോ ശാരീരികമോ സുഖമില്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ ഉള്ള ശിക്ഷ. ഓപ്ഷൻസ് നോക്കാം. 500 രൂപ ഫൈൻ, 1000 രൂപ ഫൈൻ, 200 രൂപ ഫൈൻ. രൂപ ഫൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. നിർത്തുക, നിർത്തുവാനോ സ്റ്റാൻഡിങ്ങോ പാടില്ല, ജംഗ്ഷൻ. നിർത്തുവാനോ സ്റ്റാൻഡിങ്ങിനോ പാടില്ല എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. ഹോൺ നിരോധിച്ചിരിക്കുന്നു, തുടർച്ചയായി ഹോൺ മുഴക്കുക, ഹോൺ മുഴക്കുക. ഹോൺ നിരോധിച്ചിരിക്കുന്നു എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എക്സാം കംപ്ലീറ്റ് ആയി. അതിൻ്റെ റിസൾട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഫലം എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. റിസൾട്ട് ഒന്ന് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സും. മാൻഡറ്ററി ട്രാഫിക് സയൻസ് അല്ലെങ്കിൽ നിർബന്ധമായും അനുസരിക്കേണ്ട ചിഹ്നങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ആൻസർ വട്ടത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിഹ്നം തിരിച്ചറിയുക, അതായത് ഈ ചിഹ്നം എന്ന് പറയുന്നത് നിർത്തുക എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വലത്തോട്ട് തിരിയാൻ പാടില്ല. നാലാമത്തെ എന്ന് പറയുന്നത് ഭക്ഷണശാലൻ്റെ ചിഹ്നമാണ് ഇത്. വൺ വേൻ്റെ ചിഹ്നമാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം കയറ്റം കയറി വരുന്ന വാഹനങ്ങളെ സ്വീകരിക്കേണ്ട സമീപനം എന്ന് പറയുന്നത്. ആൻസർ കൊടുത്തിരിക്കുന്നത് കയറി വരുന്ന വാഹനത്തിന് മുൻഗണന. അടുത്ത ചോദ്യമാണ് റോഡ് സൈഡിലുള്ള ഫുട്പാത്തിൽ കൂടി വണ്ടി ഓടിച്ചു പോകാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്രാഫിക് നിയന്ത്രിക്കുന്നവർ നിർദ്ദേശിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ചരക്ക് വാഹനത്തിൻ്റെ പുറകുവശത്ത് നിന്നും തള്ളി നിൽക്കാവുന്ന ലോഡിൻ്റെ പരമാവധി നീളം എന്ന് പറയുന്നത് 1 മീറ്റർ മാത്രമാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത ചോദ്യം ഈ ചിഹ്നം തിരിച്ചറിയുക എന്നാണ്. കുത്തനെയുള്ള ഇറക്കം എന്നാണ്. അടുത്ത ചോദ്യം ഹോൺ മുഴക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഇതെല്ലാം. ആൻസർ നോക്കാം. കോടതി, ആശുപത്രി എന്നിവയ്ക്ക് സമീപം നിരോധിച്ചിട്ടുള്ള മറ്റിടങ്ങൾ എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക. ഇടത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം എന്നാണ്. അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക. വലത്തോട്ട് തിരിയാൻ എന്നാണ് സിഗ്നൽ കാണിക്കുന്നത്. അടുത്ത ചോദ്യം ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. ആൻസർ പറയുന്നത് ജംഗ്ഷനാണ്. അടുത്ത ചോദ്യം മോട്ടോർ സൈക്കിളിൻ്റെ അനുവദനീയമായ പരമാവധി വേഗം. ആൻസർ കൊടുത്തത് 40 എന്നാണ്, പക്ഷേ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 50 ആണ്. അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക. ഈ ചിഹ്നം ശാഖാ റോഡുകൾ വലതുവശം ഇടതുവശം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് യു ടേൺ പാടില്ല എന്നാണ്. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ക്രോസ് റോഡാണ്. അടുത്ത ചോദ്യം മാനസികമോ ശാരീരികമോ സുഖമില്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷ. ആൻസർ 200 രൂപ ഫൈൻ. അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക. നിർത്തുവാനോ സ്റ്റാൻഡിങ്ങോ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക. ഹോൺ നിരോധിച്ചിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ ലേണേഴ്സ് എക്സാം പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എക്സാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
മെനു ക്ലിക്ക് ചെയ്താൽ മെയിൻ പേജ് വരും. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലേണേഴ്സ് എക്സാമിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.